എയിംസിനെ ചൊല്ലി ബി.ജെ.പി. നേതാക്കൾക്കിടയിലെ തർക്കം തീർക്കാൻ ശ്രമം. നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായി സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ എയിംസ് തിരുവനന്തപുരത്ത് വേണമെന്ന് ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ എയിംസ് പാർട്ടിയുടെ വിഷയമല്ലെന്നും തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും വി മുരളീധരൻ പറഞ്ഞു. അതൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത്ര നിലപാടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 2016 പറഞ്ഞ അതേ നിലപാട്. പാർട്ടിയുടെ അകത്തൊരു ഭിന്നതയായിട്ടൊന്നും ഇത് കാണേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്ത് എയിംസ് വരണമെന്നുള്ളത് 2021 തൊട്ടുള്ള ആവശ്യമാണ്. ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിനോട് ഇതുവരെ കേന്ദ്ര സർക്കാർ ചോദിച്ചിട്ടില്ല എവിടെയാണ് എയിംസ് വേണ്ടത്. ഞങ്ങളോട് ചോദിച്ചാലേ ഞങ്ങൾ അഭിപ്രായം പറയണ്ടോ. കേരളത്തിൽ എയിംസ് വേണം. ഇതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി നമുക്കൊപ്പം വി എസ് രഞ്ജിത്തും ഹരി മോഹനും അർജുൻ മട്ടന്നൂരും ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, എയിംസ് വേണം നമുക്ക്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ നേതൃത്വം ഇങ്ങനെ പല സ്ഥലങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലേ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് പല വഴിക്ക് നീങ്ങുന്നത്? ഒരു ആശയ അഭിപ്രായ സമന്വയം ഉണ്ടാകുന്നില്ലേ? സുജയ, തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ അഭിപ്രായം ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു, ഇതിലൊരു രാഷ്ട്രീയ തീരുമാനം കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് ബി.ജെ.പിയാണ്. ബി.ജെ.പി. സംസ്ഥാന ബി.ജെ.പി. പറയുന്നിടത്ത് ആയിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ എയിംസ് അനുവദിക്കാൻ പോകുന്നത്. എയിംസ് അനുവദിക്കും എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് എവിടെ വേണം എന്ന കാര്യത്തിൽ തട്ടി നിൽക്കുകയാണ്. അതിലിപ്പോൾ ആലപ്പുഴയിൽ വേണമെന്ന് ആദ്യം സുരേഷ് ഗോപി പറഞ്ഞു. ഇനി ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂരിലായാലും മതിയെന്ന് സുരേഷ് ഗോപി പറയുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ആവണം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഔദ്യോഗികമായ അഭിപ്രായം. കാരണം തിരുവനന്തപുരത്ത് ഒരു വലിയ രാഷ്ട്രീയ നേട്ടം ബി.ജെ.പി. ആഗ്രഹിക്കുന്നുണ്ട്. തൃശ്ശൂരിലും രാഷ്ട്രീയമായ നേട്ടം ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോഴിക്കോട് കിനാലൂരിലെ ഭൂമിയിൽ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും ബി.ജെ.പിയിൽ അഭിപ്രായ സമന്വയം ആകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബി.ജെ.പി. ഒരു തീരുമാനം പറഞ്ഞാലേ കേന്ദ്ര സർക്കാർ അതിന് പച്ചക്കൊടി കാണിക്കൂ. ബി.ജെ.പിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം അവിടെ വേണമെന്നൊരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോ ജില്ലകളും അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ബി.ജെ.പിയിൽ അഭിപ്രായ സമന്വയമില്ല. അധ്യക്ഷൻ ഒരു ദിക്കിൽ, കേന്ദ്രമന്ത്രി വേറൊരു ദിക്കിൽ, മറ്റ് പാർട്ടി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് മറ്റൊരു അഭിപ്രായം. ഇതൊക്കെ പെട്ടെന്ന് തീരുമാനമെടുക്കാവുന്ന കാര്യമാണോ എന്നതുകൂടി നമുക്കറിയണം. വി എസ് രഞ്ജിത്ത്, എന്തുകൊണ്ട് ഇങ്ങനെ ഇവർ നീങ്ങുന്നു? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ജെ.പി. നദ്ദയ്ക്ക് കേരളത്തിലേക്ക് എത്തുമ്പോൾ കഴിയുമോ? ആരോഗ്യമന്ത്രി തന്നെയാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനും. ഹരിമോഹൻ, പരിഹാര ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? പ്രത്യേകിച്ചും നേരത്തെ വി മുരളീധരൻ പറയുന്നത് കേട്ടു, സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം കേരളത്തിൽ എയിംസ് വരണമെന്നാണ്. ഏത് സ്ഥലമെന്നുള്ളത് ഇതുവരെ ചർച്ചയായിട്ടില്ല എന്ന്. നിലവിൽ ചർച്ചയായിട്ടുണ്ടോ അതോ ഓരോ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണോ? സുജയ, സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം വി മുരളീധരൻ പറഞ്ഞതിനോട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നതാണ്. കേരളത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കടുംപിടുത്തത്തിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. ഇത്രകാലവും, അതായത് 90-കൾ മുതൽക്കേ എയിംസ് കേരളത്തിൽ വരണമെന്നുള്ള അഭിപ്രായം പല രീതിയിൽ പല ഘട്ടങ്ങളിലായൊക്കെ കേട്ടിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിനെ തുറന്ന് ഏതൊക്കെ സ്ഥലത്ത് വേണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുന്നു. അതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ആ ഘടകത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥലം സംബന്ധിച്ച് ഉണ്ടാകുന്നത്. സുരേഷ് ഗോപിയാണ് ഇതിന് തുടക്കമിട്ടതും. അതായത് ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് സുരേഷ് ഗോപി വരികയും ആ അഭിപ്രായം വന്നതിന് ശേഷം പല നേതാക്കളും വിവിധ തരത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ആദ്യം ആലപ്പുഴ സുരേഷ് ഗോപി പറയുന്നു. അതിനുശേഷം അത് കാസർഗോഡ് വരണമെന്ന് കാസർഗോഡ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീകാന്ത് പറയുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരണം എന്ന് തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കരമന ജയൻ പറയുന്നു. പക്ഷെ അതേസമയം തന്നെ ഇത് ദക്ഷിണേന്ത്യയിൽ നിലവിൽ, അതായത് കർണാടക, തമിഴ്നാട്, കേരളം 3 സംസ്ഥാനങ്ങളിലും എയിംസ് ഇല്ലാത്ത സ്ഥിതിക്ക് തമിഴ്നാടിനെയൊക്കെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തമിഴ്നാട് ബി.ജെ.പിയുടെ ഒരു താല്പര്യം കൂടി കണക്കിലെടുത്ത് തിരുവനന്തപുരം വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സാധ്യത മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലും ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ അപ്പോഴും കേന്ദ്ര സഹമന്ത്രി ബി.ജെ.പിയുടെ കേരളത്തിൽ നിന്നുള്ള ഏക എം.പി. ആയിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പിടിച്ചിരിക്കുന്ന ആ കൊമ്പ് അദ്ദേഹം അതിൽ നിന്ന് വിട്ടു മാറുന്നില്ല എന്നുള്ള തന്റെ 2016 തൊട്ട് താൻ പറയുന്നതാണ്. ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പോഴാണ് നമ്മൾ മറ്റൊരു ശബ്ദം കേൾക്കുന്നത്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ മന്ത്രി സജി ചെറിയാന്റേതാണ്. എയിംസ് അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 11 മണിക്ക് സ്ഥലം തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടി കേട്ടിട്ട് ഞാൻ വരാം അർജുൻ മട്ടന്നൂരിലേക്ക്. ആദ്യം നിങ്ങൾ കേരളത്തിന് എയിംസ് തരാൻ തയ്യാറാണെന്ന് ഇപ്പൊ പ്രഖ്യാപിക്കും. നാളെ രാവിലെ 11 മണിക്ക് സ്ഥലം തരും. എവിടെയാണെന്ന് സ്റ്റേറ്റ് പറയും. നിങ്ങൾ ഇന്നിപ്പോ പ്രഖ്യാപിക്കും. ഞാൻ സുരേഷ് ഗോപിയോട് പറയുന്നു, കേരളത്തിന് നിങ്ങൾ എയിംസ് തരാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ പ്രഖ്യാപിക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നു, നാളെ രാവിലെ 11 മണിക്ക് എന്റെ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആൾ കൂടി ഞാൻ പറയുന്നു, 11 മണിക്ക് ഞങ്ങൾ സ്ഥലം തരും. അങ്ങനെ പറയാനുള്ള ധൈര്യം
ഞങ്ങൾക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഈ ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും. ഇത് തൃശ്ശൂരൊന്നുമല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും വേഷം കെട്ടൊന്നും വേണ്ട. ബഹുമാനായ സുരേഷ് ഗോപി ഈ തട്ടുപൊളിപ്പൻ രാഷ്ട്രീയം കളിക്കരുത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിങ്. അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കണ്ട, ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കണ്ട എന്നൊക്കെ അദ്ദേഹത്തിന്റെ തനത് ശൈലിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വെറും വാഗ്ദാനം മാത്രമാണ് എന്ന രീതിയിലാണോ LDF ആയുധമാക്കുന്നത്? ഈ ഭിന്നത LDF എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഗുഡ് ഈവനിംഗ് സുജിയ. ഇതിൽ LDFും CPM-ഉം പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഓരോ നേതാക്കളും ഓരോ സ്ഥലം വേണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുകയല്ല വേണ്ടത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി അടക്കം അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് പകരം ഇതിനൊരു മാനദണ്ഡമുണ്ട്. കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി നൽകിയത്. അത് കോഴിക്കോട് കിനാലൂരിലെ സ്ഥലമാണ് അന്ന് കണ്ടെത്തി നൽകിയത്. മാത്രവുമല്ല, അത് വ്യവസായ വകുപ്പിന്റെ സ്ഥലമായിരുന്നു. അത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതുപ്രകാരം വ്യവസായ വകുപ്പിന്റെ സ്ഥലം ആരോഗ്യ വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിലധികം സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചാണ് അന്ന് 50 ഏക്കർ സ്ഥലം കൂടി കണ്ടെത്തി നൽകുകയും ചെയ്തത്. ഇത്തരത്തിലാണ് ഈ സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകാൻ വേണ്ടി തയ്യാറായത്. പക്ഷേ അതിന് പകരം ഓരോ സ്ഥലത്തേക്ക് വേണമെന്ന് ഓരോ നേതാക്കൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇത് ഇപ്പോൾ കേരളത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. മാത്രവുമല്ല, പ്രാദേശികമായ വിഭജനം ഉണ്ടാക്കാനാണ് ഇപ്പോൾ BJP നേതാക്കൾ ശ്രമിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, കേന്ദ്ര മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം പാലിക്കുന്നില്ല ഈ സ്ഥലം എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത് എന്നും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ CPM-ഉം പറയുന്നുണ്ട്. എന്തായാലും BJP-യിലെ ഭിന്നത അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്.